മൂന്നല്ല നാലെണ്ണുണ്ട്. ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടിമാലി എത്തിയ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അടിമാലിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്ന കാഴ്ചകളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് സർപ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് ഒരുപാട് സർപ്രൈസ് കാഴ്ചകളായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ അടിമാലിയിലേക്ക് പോകുമ്പം അടിമാലിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കണ്ട വെള്ളച്ചാട്ടമാണ്. മൂന്നാറിൽ പോകുന്ന എല്ലാവരും ഈ വെള്ളച്ചാട്ടം നല്ലോണം ആസ്വദിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വരുമ്പം വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തി കാണാൻ നിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പാലമാണ് മൂന്നാറിൻ്റെ കവാടം. എന്ത് ഭംഗിയാണെന്നറിയാം ഈ പാലത്തിലൂടെയുള്ള യാത്ര. ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ മൂന്നാറിലോട്ട് യാത്ര തുടങ്ങുന്നത് കേട്ടോ. കാഴ്ചയുടെ വസന്തം തുടങ്ങുന്നത്. ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു സംഭവം അവിടെ വാങ്ങാൻ കിട്ടും. നമുക്ക് ഉണക്ക ഇറച്ചി വാങ്ങാൻ കിട്ടും. ഇടിയിറച്ചി, ഉണക്കിറച്ചിയൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളാണ്. കുറച്ച് വില കൂടുതലാണ്, 2000 രൂപയൊക്കെയാണ്. പക്ഷേ ഒരു സ്പെഷ്യൽ സംഭവങ്ങളാണ്. അത് അറിയുന്നവർക്കറിയാം ഈ ഉണക്കിറച്ചി എന്താണെന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ കിട്ടും. പോകുന്നവർ അതൊക്കെ ഒന്ന് വാങ്ങി കഴിച്ചു നോക്കിയോളൂ. അടിപൊളിയാണ്. കഴിച്ചു നോക്കുകയെന്ന് വെച്ചാൽ വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാക്കാം. ഇടിയിറച്ചി ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴിക്കാനായിട്ട് പറ്റും. നല്ല മഴക്കാറുണ്ട്. പിന്നെ ഈ യാത്രയിൽ നമുക്ക് അടിപൊളി കുറേ സർപ്രൈസ് കാഴ്ചകൾ കാണാൻ പറ്റി. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ ചാറിയിട്ടോ. പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയായി. പെരുമ്പാവൂർ മഴയത്തെ കാഴ്ചകൾ, അതും സന്ധ്യാസമയമാണ്. അടിപൊളി കാഴ്ചകളാണ്. ഞങ്ങൾ ഇരിങ്ങാലക്കുടയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് രണ്ട് സൈഡിലും വീടുകളും അതുപോലെ തന്നെ ഷോപ്പുകളും ഒക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്.
ഇതിനുള്ള കാരണം അറിയാവോ? ഇരിങ്ങാലക്കുടയിൽ ഒരു പള്ളി പെരുന്നാളാണ്. ആ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് വീടുകളും കടകളൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസുകളിലൊന്ന്. അടിപൊളി ഒരു പെരുന്നാൾ കാഴ്ചകളോട് ഞങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റി. ഞങ്ങൾ വണ്ടിയിലിരുന്നാണ് കാഴ്ചകളൊക്കെ ആസ്വദിച്ചത്. രണ്ട് വശവും മനോഹരമായിട്ട് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റി. പിന്നെ ദൂരെ ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വണ്ടിയിൽ നിന്നാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത്. പെരുന്നാളായതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കും കൂടെയാണ്. ഇതാണ് കേട്ടോ നമ്മൾ ആ പെരുന്നാൾ നടക്കുന്ന പള്ളി. അതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. ഇതിൻ്റെ കുരിശടിയുണ്ട് കുറച്ചപ്പുറത്ത്, അതും നമുക്ക് കാണാം. ഈ പോകുന്ന കാഴ്ചയിൽ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് വണ്ടിയിലിരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയത്. രണ്ട് സൈഡിലും കടകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വണ്ടിയിലിരുന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്കിതിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് പള്ളിയുടെ ഉള്ളിലോട്ട് കിടക്കുന്ന വഴിയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. അതെ, അത് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലാണ് പള്ളി ഉള്ളത് കേട്ടോ. അതിലോട്ട് കയറുന്നതാണ്. ഇപ്പുറത്തെ വശത്ത് കോൺവെൻ്റ് ഒക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെയും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഈ ഇടവക്കാരുടെ വീടായിരിക്കും ഫുള്ളായിട്ട് വഴി നീളെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വീടുകളും ഷോപ്പുകളും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. എങ്ങനെയാ? അതാണ് ഈ ബ്ലോക്ക് മറ്റേ പ്രദക്ഷിണം വരുന്നുണ്ട്. അങ്ങോട്ട് വരുവാണോ ഇങ്ങോട്ട് പോകാനോ എന്താ അറിയില്ല. അതാ സംഭവം. ആ വണ്ടി ഇരിച്ചുണ്ട്. ഒരു ചാട്ടം ചെറുതായിട്ട്. ഇവിടെ പെരുന്നാളാണ്. ഒരു പെരുന്നാളാണ്.
പള്ളിപ്പെരുന്നാളിൻ്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പം പിന്നെ കാണുന്നത് ഉത്സവ കാഴ്ചകളാണ്. അടിപൊളി ഒരു ഉത്സവപ്പറമ്പിലൂടെയാണ് നമ്മളിനി പോകുന്നത്. കാണാം, മനോഹരമായ അടിപൊളി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സർപ്രൈസ്, അതായത് ഒരു ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പോൾ നമ്മുടെ പള്ളിപ്പെരുന്നാളും കണ്ടു, ഉത്സവം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ നമുക്ക് സർപ്രൈസായി കിട്ടിയ കാഴ്ചകളാണ്. ഇതിലൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ആനകളുണ്ട്, ഒന്നും രണ്ടും അല്ല, ഒരു 7ഓളം ആനകളെയും കൂടി നമ്മൾ കണ്ട്. ഒരു വശത്ത് അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തെ വശത്ത് ഉത്സവത്തിൻ്റെ താളമേളങ്ങളും ആനകളും ഒക്കെയാണ്. അടിപൊളി യാത്രയാണ്. നമ്മുടെ വണ്ടിയുടെ ഉള്ളിലാണെങ്കിൽ പാട്ട് മത്സരവും അടിപൊളി. ഒരു ചെറിയ വെടിക്കെട്ടാണ് ഇത്. ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ആസ്വദിച്ചു. നല്ല രസമുണ്ട്. ചൈന വെടിക്കെട്ടാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് യാത്രയിൽ നിറയെ സർപ്രൈസുകളുടെ കൊടിപൂരമാണെന്ന്. ആനവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആനകൾ ഇങ്ങനെ വരിവരിയായിട്ട് വരുന്ന കാണാം. ഇതെന്താ സംഭവം നമുക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഉത്സവത്തിൻ്റെ പരിപാടിയാണോ വേറെന്തോ പരിപാടിയാണോ അറിയില്ല. കുറേ ആനകളുണ്ട്, പിന്നെ പ്രത്യേക ഡ്രസ്സിട്ട് കുറേ ആൾക്കാർ, ഒരു പ്രത്യേക കൊടികൾ കണ്ടോ. വഴി നീളെ ആനകളാണ്, കുറേ ആനകളുണ്ട്, 7ഓളം ആനകളുണ്ട് കേട്ടോ.
ബാക്ക്ഗ്രൗണ്ടിൽ തട്ടുപൊളിപ്പം പാട്ടുകളാണ്. പക്ഷേ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് എനിക്കത് ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അടിപൊളി പാട്ടാണ്, അതിനകത്ത് ഡാൻസ് കളിക്കേണ്ട എല്ലാവരും. ഞങ്ങളുടെ യാത്ര ഏകദേശം നമ്മൾ കോഴിക്കോട്ടേക്ക് എത്താനായി. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് അറിയിക്കാനുള്ളത്, നമ്മുടെ മൂന്നാർ വീഡിയോസുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ നമ്മൾ ചെറിയൊരു ഇടവേള കൊടുക്കുകയാണ് മൂന്നാർ കാഴ്ചകൾക്ക്. കാരണം ഇനി മുതൽ നമ്മൾ മറ്റു കുറച്ച് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാർ വീഡിയോസ് ഇനി ഒരു 1-2 എപ്പിസോഡുകളുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മൂന്നാറിൻ്റെ ഒരു 9ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാർ കാഴ്ചകളിലോട്ട് ചെറിയ ഇടവേള കൊടുത്തിട്ട് പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.